വരിക. അവിടെ ജീവിതത്തിന്റെ സുഖദുഃഖങ്ങളുണ്ട്. ബൈ ഹാർട്ട് പഠിക്കണ്ട, മനപ്പാടം പഠിക്കണ്ട, എൻട്രൻസ് എക്സാമിനേഷൻ എഴുതാൻ പോകുന്ന ആ സീരിയസ്നെസ്സോടുകൂടി ഒന്നും പഠിക്കണ്ട. കാഷ്വലി പഠിക്കാം. കാഷ്വലി, അത് മനസ്സിലായി? സിമ്പിളായിട്ട്. ധർമ്മപുത്രരെ പോലെ കള്ളച്ചൂത് കളിച്ചാൽ നിങ്ങൾക്ക് ധർമ്മപുത്രർക്ക് സംഭവിച്ചത് സംഭവിക്കും. അനുജന്മാർ ജ്യേഷ്ഠൻ ചെയ്ത തെറ്റിന്റെ കൂട്ടത്തിൽ ഒന്നും മിണ്ടാതെ നിന്നാൽ ജ്യേഷ്ഠൻ ചെയ്ത തെറ്റിന്റെ പാപഭാരം അനുജന്മാരെ ഏറ്റെടുക്കേണ്ടി വരും. ധർമ്മം എന്താണെന്ന് അറിഞ്ഞിട്ടും അധർമ്മത്തിന് വേണ്ടി യുദ്ധം ചെയ്താൽ ശരശയ്യയിൽ കിടക്കേണ്ടി വരും. ഭീഷ്മർ മാത്രമേ ശരശയ്യയിൽ കിടന്നുള്ളൂ. ദുര്യോധനൻ കിടന്നില്ല, ശകുനി ശരശയ്യയിൽ കിടന്നില്ല. എന്തുകൊണ്ട് ഭീഷ്മർ മാത്രം കിടന്നു? ധർമ്മം എന്താണെന്ന് അറിയാമായിരുന്നിട്ട് അധർമ്മത്തിനു വേണ്ടി യുദ്ധം ചെയ്തു. എന്തുകൊണ്ട് ദ്രോണാചാര്യർക്ക് ഇതുപോലൊരു മരണം വേണ്ടി വന്നു? താൻ പഠിപ്പിക്കാത്ത ഏകലവ്യന്റെ കയ്യിൽ നിന്ന് ഗുരുദക്ഷിണ വാങ്ങിച്ചു. താൻ പഠിപ്പിക്കാത്ത ഏകലവ്യന്റെ കയ്യിൽ നിന്ന് ഗുരുദക്ഷിണ വാങ്ങിക്കാൻ അവകാശമില്ലാത്ത ആ ദ്രോണാചാര്യര് ഗുരുദക്ഷിണ വാങ്ങിച്ചതിന്റെ പരിണതഫലം മകന്റെ പേരില് താൻ കുരുക്ഷേത്ര ഭൂമിയിൽ തകർന്ന് വീണ് മരിക്കേണ്ടി വന്നു. അവിടെ വീണ്ടും ചിന്തിക്കണം, അതോടുകൂടി അവസാനിപ്പിക്കരുത്. അത് ദ്രോണാചാര്യർ അന്ന് ചെയ്തത് എന്തുകൊണ്ടായിരുന്നു? ചെയ്തത് ശരിയായിരുന്നില്ലേ? വ്യാവഹാരിക ലോകത്തിൽ ചെയ്തത് ശരി, പാരമാർത്ഥിക ലോകത്തിൽ ചെയ്തത് തെറ്റ്. എന്താ വ്യാവഹാരിക ലോകത്തിൽ ചെയ്തത് ശരി എന്ന് പറയാൻ കാരണം? ഈ ദ്രോണരും അർജുനനും പാണ്ഡവരിൽ ചിലരും കാട്ടിലൂടെ പോകുമ്പോൾ കൂട്ടത്തിലുണ്ടായിരുന്ന നായ ഒന്ന് കുരച്ചു. ഒരു നായ കുരയ്ക്കാൻ, അതിന്റെ വായ തുറന്നടയ്ക്കാൻ എത്ര സമയം വേണം? കൂടി വന്നാൽ 2 സെക്കൻഡ്. 2 സെക്കൻഡ്. ആ 2 സെക്കൻഡിന്റെ ഉള്ളില് 7 അമ്പുകള് ഈ നായുടെ വായ്ക്കകത്തേക്ക് ഏകലവ്യൻ അയച്ചു. അങ്ങനെ ഒരു നായ കുരയ്ക്കുന്ന സമയം കൊണ്ട് 7 അമ്പുകള് നായയുടെ വായിലേക്ക് അയക്കാൻ കപ്പാസിറ്റിയുള്ള ഏകലവ്യന്റെ അച്ഛന്റെ പേര് നിഷാദരാജൻ. നിഷാദരാജൻ ദുര്യോധനന്റെ ക്ലോസസ്റ്റ് ഫ്രണ്ടാണ്. നിഷാദരാജാവ് ദുര്യോധനന്റെ ക്ലോസസ്റ്റ് ഫ്രണ്ട്. അപ്പൊ പാണ്ഡവരും കൗരവരും തമ്മിൽ യുദ്ധമുണ്ടായാൽ നിഷാദരാജൻ ആരുടെ സൈഡിൽ നിൽക്കും? അച്ഛൻ ദുര്യോധനന്റെ കൂട്ടത്തിൽ നിന്നാൽ ഏകലവ്യൻ ആരുടെ കൂട്ടത്തിൽ നിൽക്കും? ദുര്യോധനന്റെ കൂട്ടത്തില്. അങ്ങനെ ഒരു നായ പായ തുറക്കുമ്പോൾ 7 അമ്പ് ചെയ്യാൻ കപ്പാസിറ്റിയുള്ള ഏകലവ്യൻ കൗരവരുടെ കൂട്ടത്തിലുണ്ടെങ്കിൽ ആര് ജയിക്കാനുള്ള സാധ്യതയാണ് കൂടുതല്? കൗരവർ ജയിക്കാനുള്ള സാധ്യത. അതുകൊണ്ട് ദ്രോണര് ചെയ്തത് ശരിയായോ? വ്യാവഹാരിക ലോകത്തില്, വ്യാവഹാരികമായ കർത്തവ്യത്തില് ദ്രോണാചാര്യര് ചെയ്തത് ശരിയാണ്. പാരമാർത്ഥികമായിട്ട് അവിടെ കുഴപ്പമുണ്ട്. എന്താ കുഴപ്പം? താൻ പഠിപ്പിക്കാത്ത ഒരു ശിഷ്യനിൽ നിന്ന് ഒരു വിദക്ഷണ വാങ്ങിച്ചു. നെഗറ്റീവിനെ പോസിറ്റീവാക്കി ദ്രോണാചാര്യര് ചെയ്തതുപോലെ നിങ്ങൾ ചെയ്യല്ലേ എന്ന് മഹാഭാരതം നമ്മളെ പഠിപ്പിക്കുന്നു. അപ്പൊ രാമായണം പഠിച്ചു, മഹാഭാരതം പഠിച്ചു, ഇനി ഭാഗവതം. നിങ്ങൾ ഭാഗവതം ഇങ്ങനെ കേട്ടോണ്ടിരിക്കുക. ഞാൻ ചിലപ്പോ ഇങ്ങനെ ആലോചിക്കാറുണ്ട്, പരീക്ഷിച്ച് മഹാരാജാവ് ഈ ശമീക മഹർഷിയുടെ കഴുത്തില് ചത്ത പാമ്പിനെ ഇട്ടില്ലായിരുന്നെങ്കിൽ ഉച്ചയ്ക്ക് ഇവിടെ അന്നദാനത്തിന് ഇത്ര ക്യൂ ഉണ്ടാകുമായിരുന്നു. വെറുതെ ചിന്തിച്ചു നോക്കാം. ആ ചത്ത പാമ്പിനെ അങ്ങേര് അന്ന് ഇട്ടില്ലായിരുന്നെങ്കിൽ എന്തായിരുന്നു അവസ്ഥ? ഇവിടെ നൈമിഷാരണ്യം ഉണ്ടാവില്ല, ഇവിടെ ഇത്ര ട്യൂബ്ലൈറ്റ് ഉണ്ടാവില്ല, നിങ്ങൾ ഒറ്റ ആളുണ്ടാവില്ല. അപ്പൊ നിങ്ങളിവിടെ ഉണ്ടാവാൻ കാരണം എന്താ? ഭൂമാനന്ദ സ്വാമി ഇങ്ങനെ ഗംഭീരായിട്ടൊരു ഭാഗവത സപ്താഹം നടത്തണം തീരുമാനിച്ചു. ഭൂമാനന്ദ സ്വാമിക്ക് ഭാഗവത സപ്താഹം നടത്തണമെന്ന് തോന്നിയാൽ ഭാഗവതം വേണ്ടേ? ഭാഗവതം ഇല്ലെങ്കിൽ പിന്നെ എന്ത് സപ്താഹം നടത്താം? അപ്പൊ ആ ഭാഗവതം ഉണ്ടായത് എന്തുകൊണ്ടാ? ഈ ശമീക മഹർഷിയുടെ കഴുത്തില് പരീക്ഷിത്ത് മഹാരാജാവ് ചട്ടപാമ്പിനിട്ടു. ചട്ടപാമ്പിനിട്ടതോടുകൂടി പ്രശ്നം അവസാനിച്ചിരുന്നു എങ്കിൽ ഭാഗവതം ഉണ്ടാവില്ല. പിന്നെ അങ്ങേരുടെ മകൻ, ശമീകന്റെ മകൻ ശൃംഗി വന്ന് എന്റെ അച്ഛന്റെ കഴുത്തിൽ ആരാണോ സർപ്പത്തെ ഇട്ടത് അവൻ 7 ദിവസത്തിനകം തക്ഷകൻ കടിച്ചു മരിക്കുമെന്ന് ശപിച്ചു. നമുക്കൊക്കെ ഡേറ്റ് ഓഫ് ബർത്ത് കയ്യിൽ തന്നിട്ടുണ്ട്, ഡേറ്റ് ഓഫ് ഡെത്ത് തന്നിട്ടില്ല. അതും കൂടി കയ്യിൽ തന്നാൽ അടുത്ത പഞ്ചായത്ത് ഇലക്ഷന് നിൽക്കാൻ ഒറ്റ ആളുണ്ടാവില്ല. ഒറ്റ ഇലക്ഷന് നിൽക്കാൻ ആളുണ്ടാവില്ല. എന്താ കാരണം?
എല്ലാവരും പറയും ബാലകൃഷ്ണൻ സാറ് അടുത്തതിന്റെ പിന്നത്തെ വർഷം ഫെബ്രുവരി 32 4 മണിക്ക് ഞാൻ മരിക്കും ഞാൻ പറഞ്ഞു. മരണത്തിന്റെ വാറണ്ട് കയ്യിൽ കിട്ടിയ ലോകത്തിലെ ഒരേ ഒരു വ്യക്തി പരീക്ഷിത് മഹാരാജാണ്. നമുക്കത് കിട്ടിയിട്ടില്ല, അതുകൊണ്ടാണ് നമുക്ക് വലിയ കുഴപ്പമൊന്നുമില്ല. അത് കയ്യിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മുടെ കാര്യം പോക്കാം. ഈ ചിരിയൊന്നും ഉണ്ടാവില്ല. ജനകോടികളുടെ വിശ്വസ്ത സ്ഥാപനത്തിൽ നിന്ന് വാടകയൊന്നും മേടിച്ച ഒറ്റ ആളുകളില്ല. ഒരു സ്വർണത്തിന് ഒരു പവന് 24,000 രൂപ വരെ. എന്ത് സ്വർണം, എന്ത് സാരി സാറ് ഇല്ലാതായില്ലെന്നാ പറയാ. ആലോചിച്ചോക്ക, ഭാഗവതത്തിന്റെ റിയാലിറ്റി ആലോചിച്ചോക്കാം. ഈ ഡേറ്റ് ഓഫ് ഡെത്ത് കയ്യിൽ കിട്ടിയപ്പോഴാണ് വില്ലാളവീരനും വീരശൂര പരാക്രമിയും അഭിമന്യുവിന്റെ പുത്രനും പാണ്ഡവകുല ജാതനുമായ സത്യം, ധർമ്മം, നീതി, ന്യായത്തിന്റെ മൂർത്തിമൽ ഭാവമായി രാഷ്ട്രം ഭരിച്ച ഒരു വ്യക്തി തളർന്നുപോയി, തകർന്നുപോയി. എന്ത് മനസ്സിലാക്കി നമ്മൾ ഇപ്പോഴും ധരിക്കുന്നു. വെട്ടിപ്പിടിച്ചത്, കെട്ടിപ്പടുത്തത്, പറ്റിച്ചെടുത്തത്, തട്ടിപ്പറിച്ചത് തിരിച്ചു പോകുമ്പോ കൊണ്ടുപോകുമെന്ന് നമ്മൾ വിചാരിക്കുന്നു. ഇല്ല, ഈ ശരീരം പോലും ഇവിടെ ഇട്ടേച്ചാ പോകുന്നത്. ഇതുപോലും ഇവിടെ ഇട്ടേച്ച് പോകുന്നു എന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് ആര്? ഭാഗവതത്തിലെ പരീക്ഷിത്ത്. അത് ഓർമ്മിക്കണം. ഭാഗവതം ആത്മീയ ഗ്രന്ഥമാണ്. ആത്മീയത എന്ന് പറഞ്ഞാൽ എന്താണ്? മനസ്സിന് വേണ്ട ഔഷധം. ഭക്ഷണം എന്ന് പറയുന്നത് എന്തിനാണ്? ശരീരത്തിന് വേണ്ട ഔഷധം. ശരിക്കും ചിന്തകള് മനസ്സിന് വേണ്ട ഔഷധങ്ങള്, മനസ്സിന് വേണ്ട ആഹാരം. ആത്മീയത മനസ്സിന് വേണ്ട ഔഷധം. ഭക്ഷണം ശരീരത്തിന് വേണ്ട വളരാൻ വേണ്ട ആവശ്യമായ ഘടകം. അതിനകത്ത് മൈക്രോ ന്യൂട്രിയൻസ്, ശരീരത്തിന് വേണ്ട പോഷകം. അപ്പൊ ശരീരവും വളരണം. ഏത്? ആഹാരവും പോഷകാംശങ്ങൾ കഴിച്ച്. മനസ്സ് വളരണം. സന്ദേശങ്ങള്, അനുഭവങ്ങള്, കഥകള് കേട്ട് മനസ്സ് വളരണം. അതിൽ ആത്മീയത പോഷകാംശമാണ്. ഒന്നുകൂടി ആവർത്തിക്കാം. ആഹാരം ശരീരത്തിന് വളരാൻ, ആഹാരത്തിലെ പോഷകാംശങ്ങൾ ശരീരത്തിന് ഊർജ്ജസ്വലത ഉണ്ടാക്കാൻ, ഈ സന്ദേശങ്ങള്, കഥകള്, അനുഭവങ്ങള് മനസ്സിനെ വളർത്താൻ, അതിൽ ആത്മീയത, മനസ്സിന് ആവശ്യമായ പോഷകാംശം. അപ്പൊ നമ്മൾ ചിലര് ചോദിക്കാറുണ്ട്, എല്ലാവരുടെയും പ്രഭാഷണം രാവിലെ ടിവിയിൽ കേൾക്കുമ്പോ അതേപോലെ ആകണം എന്നൊക്കെ തോന്നാറുണ്ട് സാറ്. കുറച്ച് കഴിഞ്ഞാൽ ഞാൻ മറന്നുപോയി. പിന്നെ എന്തിനാണ് കേട്ടതെന്ന് ഇങ്ങനെ തോന്നാറുണ്ട്. നിങ്ങൾ ചിലർക്കെങ്കിലും അങ്ങനെ അനുഭവം ഉണ്ടായിട്ടുണ്ടാവും എനിക്ക് ഉറപ്പാ. അങ്ങനെ അനുഭവം ഉണ്ടാവാത്തവര് കുറച്ചുപേരേ ഉണ്ടാവുള്ളൂ എന്നുള്ളതാ ഉറപ്പ്. പക്ഷെ എന്താ അവരോട് പറയാനുള്ള ഉത്തരം? രാവിലെ ഇന്നലെ കുളിച്ചോ? ഇന്നലെ കുളിച്ചു. ഇന്ന് കുളിച്ചോ? ഇന്ന് കുളിച്ചു. നാളെ കുളിക്കണോ? നാളെ കുളിക്കും. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോ? കഴിച്ചു. ഇന്നോ വേണം, നാളെ വേണം. അപ്പൊ എല്ലാ ദിവസവും രാവിലെ കുളി വേണം, എല്ലാ ദിവസവും രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് വേണം, എല്ലാ ദിവസവും ലഞ്ച് വേണം, എല്ലാ ദിവസവും വൈകുന്നേരം ചായ വേണം, രാത്രി ഭക്ഷണം വേണം, എല്ലാ ദിവസവും ഉറങ്ങണം. നമ്മൾ ഉടുത്ത ഡ്രസ് എല്ലാ ദിവസവും ഒന്നല്ല നമ്മൾ ഇടുന്നത്. ഡ്രസ് മാറിക്കൊണ്ടേയിരിക്കണം. ശരീരത്തിൽ ആവശ്യമില്ലാത്ത വേസ്റ്റ് കളഞ്ഞുകൊണ്ടേയിരിക്കണം. ആവശ്യമായ നന്മകൾ കഴിച്ചുകൊണ്ടേയിരിക്കണമെങ്കിൽ ശരീരത്തിന് മാത്രം പോരാ, ഇത് കണ്ടിന്യൂസ് ആയിട്ടുള്ളത് മനസ്സിനും ഇത് കണ്ടിന്യൂസ് ആയിട്ട് വേണം. അപ്പൊ മനസ്സിനെ ഉയർത്താൻ സന്ദേശങ്ങൾ കേൾക്കാം. സന്ദേശങ്ങൾ സിമ്പിളായിട്ട് കേൾക്കാം, ഇടയ്ക്കിടയ്ക്ക് കേൾക്കാം, തീരുമ്പൊക്കെ കേൾക്കാം. പിന്നെ വികാരത്തിന്റെ പുറത്ത് സംസാരിക്കാതിരിക്കുക. ലക്ഷ്മണനോട് രാമൻ പറഞ്ഞതാ, ഹേ ലക്ഷ്മണ, നിന്നെ പോലൊരു വ്യക്തി ഡോണ്ട് ടോക്ക് ഇമോഷണലി, തിങ്ക് ആൻഡ് ടോക്ക് ഇന്റലക്ച്വലി. വിചാരത്തിന്റെ പുറത്ത് വേണം സംസാരിക്കാൻ. മാത്രമല്ല, നമ്മൾ പഠിച്ചതെല്ലാം ഞാൻ എല്ലാവരോടും ചേർത്തൊരു ഉപനിഷത്തിന്റെ സന്ദേശം തരാൻ ആഗ്രഹിക്കാം. സത്യം വദ. എന്റെ മുമ്പിലുള്ള കുടുംബാംഗങ്ങള് സത്യത്തിൽ നിന്ന് വ്യതിചലിക്കരുത്. ലോകം എങ്ങനെ പോകുന്നു എന്ന് അന്വേഷിക്കാനുള്ള ഉത്തരവാദിത്വം നിങ്ങളെ ആരും ഏൽപ്പിച്ചിട്ടില്ല. ഞാൻ എങ്ങനെ പോകണമെന്ന് അന്വേഷിക്കാനുള്ള ഉത്തരവാദിത്വം നമ്മളെ എടുക്കാം. സത്യത്തിൽ നിന്ന് നിങ്ങൾ വ്യതിചലിക്കരുത്. ധർമ്മം ചര, ധർമ്മത്തിൽ നിന്ന് വ്യതിചലിക്കരുത്. മദ്യം നിങ്ങൾ കഴിക്കരുത് ഗോപാലകൃഷ്ണൻ നിർദ്ദേശിക്കുന്നു. മറ്റൊരു ജന്തുവിന്റെ ചോരയും മാംസവും കൊണ്ട് നിങ്ങളുടെ ഈ ശരീരം വളർത്തരുത്. ഈ നൈമിഷാരണ്യത്തിൽ ഇത്രയും വലിയൊരു സദസ്സില് ഉമാനന്ദ സ്വാമിയുടെ അനുഗ്രഹത്തിൽ നടക്കുന്ന ഈ മഹായജ്ഞത്തിൽ പങ്കെടുക്കുന്നവരോട് നെഞ്ചത്ത് കൈവച്ചിന്ന് പുറത്തേക്ക് പോകുമ്പോൾ അഭ്യർത്ഥിക്കുന്നു, നിങ്ങൾ ഒതുക്കിയെടുക്കണം. ഇന്നു മുതൽക്ക് മറ്റൊരു ജന്തു കഴുത്തിലൂടെ കത്തിയിറങ്ങി ചോര ഇറച്ചി തെറിച്ച് കൈകാലിട്ട് അടിച്ച് വേദന കൊണ്ട്
മൃഗീയമായ കണ്ണ് പുറത്തേക്ക് തള്ളി, നാക്ക് പുറത്തേക്ക് തള്ളി അതനുഭവിക്കുന്ന വേദന എന്റെ മുമ്പില് ഭാഗവതം കേൾക്കാൻ ഇരിക്കുന്നവരുടെ തലയില് ശാപമായി വരരുതേ ശ്രീകൃഷ്ണ. സത്യം വദ ധർമ്മം ചര സ്വാധ്യായാൻ മാ പ്രമദ. പഠിക്കണം ഭാഗവതത്തിലെ ഓരോന്നും. അംബരീഷൻ എന്തുകൊണ്ട് ദുർവാസാവിനെ വരച്ച വരയിൽ നിർത്തി? ക്ഷമ കൊണ്ട്. ആ അംബരീഷന് ക്ഷമയില്ലായിരുന്നെങ്കിൽ ആ അംബരീഷനെ കത്തി ജ്വലിപ്പിക്കുമായിരുന്നു ദുർവാസാവ്. എന്തുകൊണ്ട് പ്രഹ്ലാദൻ അച്ഛന്റെ ഹീനകൃത്യങ്ങൾ അനുഭവിച്ചിട്ട് മരിച്ചില്ല? ഉറച്ച കൺവിക്ഷൻ, ഭഗവാൻ എന്നെ രക്ഷിക്കുമെന്ന കൺവിക്ഷൻ. അതേപോലെ എന്തുകൊണ്ട് ധ്രുവന് ഈശ്വര സാക്ഷാത്കാരം കിട്ടി? സുരുചി എന്ന അമ്മ ധ്രുവനെ അച്ഛന്റെ മടിയിൽ ഇരുത്താൻ അനുവദിച്ചില്ല. മറ്റേ സ്വന്തം അമ്മ പറഞ്ഞു, അച്ഛന്റെ മടിയിൽ ഇരിക്കുന്നതിനേക്കാൾ വലിയ നേട്ടം നീ കണ്ടെത്തണം മകനെ. നമ്മുടെ മക്കൾ ചെറിയ ചെറിയ കാര്യത്തിന് തളരുമ്പോ വലിയ വലിയ ലക്ഷ്യം മക്കളുടെ മുമ്പിൽ ഇട്ട് വളരണം. ആ സുനീതി ധ്രുവന്റെ അടുത്ത് പറഞ്ഞു, ഈശ്വരന്റെ സാക്ഷാത്കാരമാണ് ജീവിതത്തിന്റെ ലക്ഷ്യം. അവിടെ നിന്ന് ഇറങ്ങിയില്ലേ ധ്രുവൻ? ചെറിയ കുട്ടി ഇറങ്ങി. എന്ത് മനസ്സിലാക്കി നമ്മള്? ആ ധ്രുവന് അച്ഛന്റെ മടിയിൽ ഇരിക്കാൻ സാധിക്കാത്ത നെഗറ്റീവ് അമ്മ പോസിറ്റീവാക്കി മാറ്റി. ആ ദ്വാദശി ദിവസം പാലന കിട്ടുമ്പോൾ അംബരീഷൻ കുറെ നേരം കാത്തിരുന്നിട്ട് ധ്രുവാസാവ് വരാത്ത ആ നെഗറ്റീവ് ഭാഗവതത്തിൽ പോസിറ്റീവായി മാറി. നിങ്ങളും ഞാനും എത്ര സിദ്ധനാണെങ്കിലും അറിവുള്ളവരാണെങ്കിലും നമുക്ക് മറ്റേയാളെ പോലെ ക്ഷമയില്ലാത്ത വാശി, പക, ദേഷ്യം, അഹങ്കാരമുള്ളവരാണെങ്കിൽ ഞാനും നിങ്ങളും ഓടേണ്ടി വരും കൈലാസത്തിലേക്ക്, വിഷ്ണു ലോകത്തിലേക്ക്, ബ്രഹ്മലോകത്തിലേക്ക്. അവിടെ നിന്നൊന്നും രക്ഷ കിട്ടില്ല, തിരിച്ചു വരും. പിന്നെയും അംബരീഷന്റെ അടുത്തേക്ക്, അംബരീഷൻ രക്ഷിക്കണേ. അർത്ഥം മനസ്സിലാവുന്നുണ്ടല്ലോ. പലപ്പോഴും നമ്മൾ അംബരീഷൻ വേറെ, ഞാൻ വേറെ, ദുർവാസാവ് വേറെ, ഞാൻ വേറെ, ധ്രുവൻ വേറെ, ഞാൻ വേറെ, പ്രഹ്ലാദൻ വേറെ, ഞാൻ വേറെ. അല്ല, പ്രഹ്ലാദന്റെ നന്മകൾ നമ്മളിലുണ്ട്. നമ്മളൊന്ന് ആക്ടിവേറ്റ് ചെയ്യിക്കണില്ല. ഏത് രീതിയാ? ഡെൽ കമ്പ്യൂട്ടർ ഉണ്ടാക്കിയ മൈക്കേൽ ഡെൽ പറയാറുണ്ട്, വി കമ്മിറ്റ് മെനി മിസ്റ്റേക്സ് ബട്ട് വി നെവർ കമ്മിറ്റ് ദ സെയിം മിസ്റ്റേക്ക് ഫോർ ദ സെക്കൻഡ് ടൈം. അത് മനസ്സിലായോ? ഒരേ തെറ്റ് 2 പ്രാവശ്യം ചെയ്യില്ല. പല തെറ്റുകളും ഞങ്ങൾ ചെയ്യും, ഒരേ തെറ്റ് 2 പ്രാവശ്യം ചെയ്യില്ല. ഭാഗവതം കേൾക്കുന്നവർ ഓർമ്മിക്കാം, ഓരോ വർഷവും ഭാഗവതം കേട്ടാൽ പോരാ, വ്യത്യസ്തമായി ചിന്തിക്കണം. ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിലെ MBA പഠിപ്പിച്ചിരുന്ന പ്രഗത്ഭൻ, ഭഗവത്ഗീത പഠിച്ച പീറ്റർ എഫ് ഡ്രക്കർ, കേട്ടിട്ടുണ്ടാവില്ല, ഒറ്റാൾ കേട്ടിട്ടുണ്ടാവില്ല. MBA-ക്കാർ വല്ലതുണ്ടെങ്കിൽ കേട്ടിട്ടുണ്ടാവും. പീറ്റർ എഫ് ഡ്രക്കർ ഇദ്ദേഹം പുസ്തകം എഴുതിയിട്ടുണ്ട്, എസെൻഷ്യൽസ് ഓഫ് ഡ്രക്കർ. നല്ലൊരു പുസ്തകം, ഭയങ്കര കഠിനായിട്ടുള്ള ഇംഗ്ലീഷാ. അതിൽ അദ്ദേഹം പറയാറുണ്ട്, എഫർട്ട് ഈസ് ലെസ് ഇമ്പോർട്ടന്റ്, റിസൾട്ട് ഈസ് മോർ ഇമ്പോർട്ടന്റ്. എഫർട്ട് ഈസ് ലെസ് ഇമ്പോർട്ടന്റ്. നിങ്ങൾ എത്ര ഭാഗവതം കേട്ടു? ഹൂ ഈസ് ബോധേഡ് അബൌട്ട് ഇറ്റ്? നിങ്ങൾ എത്ര മണിക്ക് ഇവിടെ വന്നു? ഹൂ ഈസ് ബോധേഡ് അബൌട്ട് ഇറ്റ്? 7 ദിവസം ഞാൻ നൈമിഷാരണ്യത്തിലിരുന്നു. ഹൂ ഈസ് ബോധേഡ് അബൌട്ട് ഇറ്റ്? ഈ 7 ദിവസം കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോ നിങ്ങളിൽ എന്ത് മാറ്റം ഉണ്ടായി? റിസൾട്ട് ഈസ് മോർ ഇമ്പോർട്ടന്റ്. നൗ യു ആർ ഫോക്കസിങ് മെനി ഓഫ് അസ്. യു ഞാൻ പറയുന്നത് പിൻവലിക്കുന്നു. മെനി ഓഫ് അസ്. നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് 7 ദിവസവും ഇരുന്നോ എന്നാണ്. അതല്ല ഫോക്കസ് ചെയ്യുന്നത്, ഇരുന്നതിന്റെ ഫലം എന്ത്? അതുകൊണ്ട് എന്റെ കുടുംബാംഗങ്ങളോട് പറയുന്നു, ഈ ഹാർവാർഡിൽ ക്ലാസ് എടുക്കുന്ന വേറൊരു അമ്മച്ചിയുണ്ട്, മാഗ്രറ്റ ജോൺ മാഗ്രറ്റ, JOAN. അവരെന്താ പറയാ? ബീയിങ് ഡിഫറന്റ്. 2 ഇംഗ്ലീഷ് വാക്ക് നിങ്ങൾ പഠിക്കണം, പ്രത്യേകിച്ച് സന്യാസിമാർ പഠിക്കണം. എന്തിനാണ് ബീയിങ് ഡിഫറന്റ്? മറ്റുള്ളവർ പറയുന്നത് പോലെ പറഞ്ഞു മുടക്കല്ലേ. മറ്റുള്ളവർ ചെയ്യുന്ന മാതിരി അല്ല നിങ്ങൾ ചെയ്യേണ്ടത്. വ്യത്യസ്തമായിട്ട് ചെയ്യാം, വ്യത്യസ്തമായിട്ട് ചെയ്യുക, വ്യത്യസ്തമായി ചിന്തിക്കാം, വ്യത്യസ്തമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാം. അപ്പൊ നിങ്ങൾക്കറിയാം ആൾക്കാരിരിക്കുന്നത്. സത്യം പറയുന്നു ഗോപാലകൃഷ്ണൻ, ഇത്രയും പേര് ഈ അറ്റം മുതൽ ഞാൻ ഈ അറ്റം വരെ കണ്ണോടിക്കുന്നുണ്ട്. ഇതിനകത്തുള്ള ആളെ ഉൾപ്പെടെ ഒരൊറ്റയാളെ കൊണ്ട് വാരിട്ടിട്ടില്ല. അഭിമാനത്തോടുകൂടി ഞാൻ ഇപ്പൊ പറയുന്നത്, നേരത്തെ ഞാൻ തമാശയായിട്ട് പറയുന്നു, എന്തുകൊണ്ട് നിങ്ങൾ കൊണ്ടുപോയ വിട്ടില്ല? ഒറ്റ ചോദ്യം. ഗോപാലകൃഷ്ണൻ സംസാരിച്ചത് രാമായണാണ്, മഹാഭാരതം തന്നെയാണ്. ഇടയ്ക്ക് വേറെ ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. പക്ഷേ മറ്റുള്ളവർ പറയുന്നതിൽ നിന്നൊരല്പം വ്യത്യസ്തമാണ് എന്ന് എനിക്ക് ചിലപ്പോൾ തോന്നാറുണ്ട്.
ആണോ അല്ലയോ എന്ന് വിലയിരുത്തേണ്ടത് നിങ്ങളാണ്. ഈ വ്യത്യാസം ഉണ്ടെങ്കിലേ ബീയിങ് ഡിഫറന്റ്, ഈ ബീയിങ് ഡിഫറന്റ് ആണ് ലോകത്തെ ലോകമാക്കുന്നത്. അതുകൊണ്ട് ഒരേ ആൾക്കാർ ഒരേപോലെ ഒരേ കാര്യത്തെക്കുറിച്ച് ഒരേ ഗ്രൂപ്പിനോട് പറഞ്ഞാൽ എഫർട്ട് ഉണ്ടാവും, റിസൾട്ട് ഉണ്ടാവില്ല. എഫർട്ട് വിൽ ബി ദർ, റിസൾട്ട് വിൽ നോട്ട് ബി ദർ. വാട്ട് വി നീഡ് ഈസ് റിസൾട്ട്. ആദ്യം മുടി മാറണം. ഒരു പ്രഹ്ലാദനിൽ നിന്ന് പഠിക്കാനുള്ളത് എന്ത്, ഹിരണ്യകശിപുവിൽ നിന്ന് പഠിച്ചത് എന്ത്? കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വിവരിക്കുന്നതാണ് എന്റെ തോന്നല്. ഹിരണ്യകശിപുവിനെ കുറിച്ച് ഓർക്കുമ്പോ ആദ്യം എനിക്ക് ഓർമ്മ വരുന്നത് ഒസാമ ബിൻ ലാദനെയാണ്. രണ്ടാമത് ഓർമ്മ വരുന്നത് സദ്ദാം ഹുസൈനെയാണ്. മൂന്നാമത് ഓർമ്മ വരുന്നത് ഗദ്ദാഫിയെ. എല്ലാ ചട്ടക്കൂടിനകത്ത് നിന്നും സ്വയം ആരാരും പിടിക്കപ്പെടില്ലെന്ന് വിചാരിച്ച 3 പേരാണ്. ആ ഒസാമ ബിൻ ലാദനെ തൂക്കിയെടുത്ത് കടലിൽ മുക്കിക്കൊന്നു. ആരുമാവട്ടെ അത് തന്നെയാണ്. ഹിരണ്യകശിപു വിചാരിച്ചു പകലെന്നെ കൊല്ലില്ല, രാത്രി കൊല്ലില്ല, അകത്ത് വെച്ച് കൊല്ലില്ല, പുറത്ത് വെച്ച് കൊല്ലില്ല, മനുഷ്യൻ കൊല്ലില്ല, ദൈവം കൊല്ലില്ല, എന്നെ ഭൂമിയിൽ വെച്ച് കൊല്ലില്ല, ആകാശത്തിൽ വെച്ച് കൊല്ലില്ല. അങ്ങനെ കൊല്ലാത്ത എനിക്ക് എന്തും ചെയ്യാമെന്ന് ഹിരണ്യകശിപു തീരുമാനിച്ചു. അവിടെയാണ് നരസിംഹമൂർത്തി വന്നത്. ഇത് ശരിക്കും നരസിംഹമൂർത്തിയും ഇവിടെ ബന്ധമില്ല, ഇവിടെ ഹിരണ്യകശിപുവും ബന്ധമില്ല. പരിധിക്കപ്പുറം പരിധിയെ ലംഘിച്ചുകൊണ്ട് മാനവരാശിക്ക് തിന്മകൾ ചെയ്തവന് ഈ പ്രകൃതിക്കൊരു താളമുണ്ട്, പ്രകൃതിക്കൊരു ലയമുണ്ട്, പ്രകൃതിക്കൊരു ഭാവമുണ്ട്, രാഗമുണ്ട്, താളമുണ്ട്. ആ പ്രകൃതി കെട്ടേണ്ടവനെ കെട്ടേണ്ട സ്ഥലത്ത് കൊണ്ടോ കെട്ടും. അത് ഗോപാലകൃഷ്ണനാണെങ്കിലും ശരി, ഏത് മഹാരഥനാണെങ്കിലും ശരി. ആ പ്രകൃതിയാണ് ഗദ്ദാഫി 40 വർഷം ലിബിയ ഭരിച്ച വ്യക്തി നെഞ്ചത്ത് കത്തി കുത്തി ഇറക്കി പച്ചയ്ക്ക് കീറി ഇറച്ചിക്കടയിൽ കൊണ്ടുപോയിട്ടു പ്രസിഡന്റിന്റെ ശവശരീരം. എന്തുകൊണ്ട്? 40 വർഷം ഒരു ജനതയെ അനുഭവിപ്പിച്ച ദുഃഖം ഹിരണ്യകശിപുവിന് തുല്യം. അപ്പൊ ഭാഗവതത്തിന് ഹിരണ്യകശിപു 21st സെഞ്ചുറിയിൽ ഇപ്പോഴും ഉണ്ട്. അന്നും കമ്പയർ ചെയ്ത് ജീവിക്കണം, പഠിക്കണം, അനുഭവിക്കണം, അറിയണം. അപ്പൊ നമുക്ക് മനസ്സിലാവും. ഈ ഭാഗവതം വായിക്കുമ്പോ കൈ 2 കൂപ്പി കൃഷ്ണ എന്നെ രക്ഷിക്കണേ എന്ന് പറയുമ്പോ തന്നെ ഓർമ്മിക്കാം, കൃഷ്ണൻ ആരെയൊക്കെ രക്ഷിച്ചിട്ടുണ്ടോ അവനൊക്കെ അവനവന്റെ ദൗത്യം ചെയ്തവരാ. പ്രഹ്ലാദനെ നരസിംഹമൂർത്തി മടിയിലിരുത്തിയിട്ട് ഉപദേശിക്കുന്നത് രാഷ്ട്രപാലനം എങ്ങനെ നടത്തണമെന്നാണ്. ഈശ്വരനെ പ്രത്യക്ഷപ്പെടുത്തിയ പ്രഹ്ലാദൻ നേരെ ഹിമാലയത്തിലേക്ക് തപസ് ചെയ്യാനല്ല പോയത്. അച്ഛന്റെ ജീവിതത്തിന് ശേഷം രാഷ്ട്രഭാരം നടത്തി, ധ്രുവന്റെ രാഷ്ട്രഭാരം നടത്തി. അംബരീഷൻ രാജാവായിരുന്നു. കപില മഹർഷി 80 വയസ്സായ ദേവഭൂതിക്ക് 6 ദർശനങ്ങൾ ഉപദേശിച്ചു കൊടുത്തപ്പോ കപില മഹർഷി അമ്മയോട് ചോദിച്ചില്ല, അമ്മയ്ക്ക് 80 വയസ്സായില്ലേ അമ്മേ, എന്തിനാ ഇനി അമ്മ ഇതൊക്കെ കേൾക്കുന്നത്? നിങ്ങൾ ചെയ്യേണ്ട കർത്തവ്യം നിങ്ങൾ ചെയ്യുക, ചെയ്യണം. ഗോപാലകൃഷ്ണൻ വിനയപുരസ്സരം അഭ്യർത്ഥിക്കുന്നു. രാവിലെ 5:30 എഴുന്നേൽക്കണം, മിനിമം കിടക്കയിൽ നിന്നൊന്ന് പ്രാർത്ഥിക്കണം, ഭൂമി തൊട്ട് തലയിൽ വെക്കണം, രാവിലെ കുളിക്കണം, വിളക്ക് രാവിലെയും വൈകുന്നേരവും വീട്ടിൽ കത്തിക്കണം, 10 മിനിറ്റെങ്കിലും മക്കളോടൊപ്പം പ്രാർത്ഥിക്കണം, ഒരു നേരമെങ്കിലും വീട്ടില് ഭാര്യ, ഭർത്താവ്, അച്ഛൻ, അമ്മ മക്കളോടൊപ്പം ഭക്ഷണം കഴിക്കണം. മക്കൾ പറയുന്ന ദുഃഖങ്ങൾ നിങ്ങൾ കേൾക്കണം, മക്കൾ പറയുന്ന അച്ചീവ്മെന്റുകൾ കേൾക്കണം, മക്കളുടെ ദുഃഖത്തിന് ആശ്വാസം കൊടുക്കണം, മക്കൾക്ക് ചോറ് വിളമ്പി കൊടുക്കണം, അവർക്ക് സന്ദേശം പറഞ്ഞു കൊടുക്കണം, അവർക്ക് അനുഭവങ്ങൾ പറഞ്ഞു കൊടുക്കണം, അവർക്ക് കഥകൾ പറഞ്ഞു കൊടുക്കണം, അവരോടൊപ്പം കുറെ സമയം ഇരിക്കണം, അവർ ഊണിലേക്ക് തീരുന്നത് വരെ അവരുടെ ദുഃഖം കേൾക്കണം, ആ കേട്ട് ആശ്വസിപ്പിക്കണം, അവരുടെ നേട്ടങ്ങൾ അഭിനന്ദിക്കണം, ആശീർവദിക്കണം, അനുഗ്രഹിക്കണം, അനുമോദിക്കണം. ആ മക്കളെ നിങ്ങൾക്ക് ശപിക്കാൻ അവകാശമില്ല. നീ നന്നാവില്ല, നീ ശരിയാവില്ല. നിന്റെ ടീച്ചറോട് ഞാൻ ചോദിക്കട്ടെ, നീ പറയുന്നത് എനിക്ക് വിശ്വാസമില്ല. അപ്പുറത്തെ കുട്ടിയെ നോക്ക്, അവരെന്ത് നന്നായിട്ടാ പഠിക്കുന്നത്, എത്ര മിടുക്കനാ അവര്, പറയാൻ നിങ്ങൾക്ക് അവകാശമില്ല. കാരണം അവർ പറഞ്ഞിട്ടല്ല അവരെ നമ്മളെ ഈ ഭൂമിയിലേക്ക് കൊണ്ടുവന്നത്. നമ്മുടെ മക്കളെ ഭൂമിയിലേക്ക് കൊണ്ടുവന്നത് നമ്മുടെ മക്കൾ പറഞ്ഞിട്ടല്ല, നമ്മുടെ ഇഷ്ടപ്രകാരമാണ്. അതുകൊണ്ട് നമ്മുടെ മക്കളെ ഇപ്പൊ ഞാൻ രാമായണത്തിന്റെ നെഗറ്റീവുകളെ പോസിറ്റീവുകളാക്കിയത് ബുദ്ധിക്കും യുക്തിക്കും ശാസ്ത്രത്തിനും നിരക്കുന്ന വിധത്തിൽ പറഞ്ഞു കൊടുക്കണം. മഹാഭാരതത്തിലെ ജീവിത അനുഭവങ്ങളെ കഥകളും
സന്ദേശങ്ങൾ പറഞ്ഞു കൊടുക്കണം. അവരെ കുറെ വേദമന്ത്രങ്ങൾ കേൾപ്പിക്കണം. 5 വേദവും അവിടെ ഉണ്ട്. നിങ്ങൾ ഹിന്ദുക്കളായി ജനിച്ച നിങ്ങൾ ജന്മത്തിൽ ഒരു വേദമെങ്കിലും അറ്റ്ലീസ്റ്റ് കാതിലിട്ടെങ്കിലും കേൾക്കണം. നമ്മുടെ പൈതൃകം നമ്മളല്ലാതെ പിന്നെ ആര് കേൾക്കാൻ, ആര് പഠിക്കാൻ? പഠിക്കാൻ അത്ര വിഷമമൊന്നുമില്ല. ചിലപ്പോൾ ഞാൻ പറയാറുണ്ട്, നിങ്ങൾ ഏത് പൂജ എന്നോട് ചെയ്യണമെന്ന് പറഞ്ഞാലും ഈ സ്റ്റേജിൽ ഇരുന്നുകൊണ്ട് ഞാൻ ആ പൂജ ചെയ്യാം. ഒരു പുസ്തകം എനിക്ക് വേണ്ട. 4 പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രിയും PhD ഡീലിറ്റ് പഠിക്കാൻ എനിക്ക് ഈ പൂജ പഠിക്കുന്നത് ഒരു തടസ്സമായില്ല. നമുക്ക് സമയമില്ലെന്ന് നമ്മുടെ തോന്നല, അല്ലാതെ സമയമില്ലാത്തത് കൊണ്ടല്ല. നമുക്ക് പ്രായമായി, അതുകൊണ്ട് ഇനി ഇതൊന്നും വേണ്ട. ഈ തോന്നല് ഈ നൈമിഷാരണ്യത്തിൽ ഇരിക്കുന്ന ഗോപാലകൃഷ്ണന്റെ പ്രിയപ്പെട്ട കുടുംബാംഗങ്ങളോട് വിനയപുരസ്സരം അഭ്യർത്ഥിക്കുന്നു. ഇന്നു മുതൽക്ക് ബീയിങ് ഡിഫറന്റ്, effort is less important, result is more important. Remember that American President Franklin പറഞ്ഞതുപോലെ many big companies have failed more times than small companies. വലിയ വലിയ വ്യക്തികൾ ചിലപ്പോൾ ചിലതെല്ലാം ചെയ്താൽ പരാജയപ്പെട്ടു എന്ന് വരും. അത് കൂടുതൽ പ്രാവശ്യം പരാജയപ്പെട്ടു വരും. നിങ്ങളും ചിലത് ചെയ്യുമ്പോൾ പരാജയപ്പെട്ടു വരും. ഡോണ്ട് വറി അബൌട്ട് ഇറ്റ്. ഗോ ടു ദ നെക്സ്റ്റ് സ്റ്റേജ്. ചെയ്യാനുള്ളതെല്ലാം ചെയ്യാം. നമ്മുടെ വീട്ടിനകത്ത് ഗുരുവായൂരപ്പൻ ഈ വീടിന്റെ ഐശ്വര്യം എന്ന് എഴുതി വെച്ചാൽ ഐശ്വര്യം ഉണ്ടാവില്ല. ഗോപാലകൃഷ്ണൻ ഉറപ്പാ. എഴുതി വെക്കേണ്ടത് നമ്മുടെ പ്രവൃത്തി, നമ്മുടെ വീടിന്റെ ഐശ്വര്യം. അവിടെയാ ചൈതന്യവത്തായിട്ടുള്ളത് വേണ്ടത്. വൈകുന്നേരം അച്ഛൻ, അമ്മ, മക്കൾ ഒരുമിച്ച് ഭക്ഷണം കഴിക്കണം. ഭർത്താവിന് ഭാര്യ ചോറ് വിളമ്പി കൊടുക്കണം. ഓർമ്മിക്കാം, ഭർത്താവിന് എത്ര കാലം ചോറ് വിളമ്പി കൊടുക്കാൻ ഭാര്യയുടെ ശിരസിൽ എഴുതിയിട്ടുണ്ടെന്ന് അറിഞ്ഞൂടാ. ഭാര്യ വിളമ്പി തരുന്ന ചോറ് കഴിക്കാൻ ഭർത്താവിന് എത്ര കാലം യോഗമുണ്ടെന്ന് അറിഞ്ഞൂടാ. ഈ ഭാരതീയ ഗ്രന്ഥങ്ങള് നമ്മളെ പഠിപ്പിക്കുന്നു. സീതയും രാമനും എങ്ങനെ ജീവിച്ചു, ഊർമിളയും ലക്ഷ്മണനും എങ്ങനെ ജീവിച്ചു, എങ്ങനെ രാവണൻ ക്രൈസിസിൽ വന്നപ്പോ മണ്ഡോദരി ഉപദേശിച്ചു. സഹോദരന്മാർ ഒരുമിച്ച് നിന്നാലുള്ള ഗുണമെന്ത്, വിഘടിച്ച് നിന്നാലുള്ള ഗുണമെന്ത്, ഇത് നമ്മുടെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കണം. സമയമായി, എനിക്കറിയാം. സന്തോഷമുണ്ട്, സംതൃപ്തിയുണ്ട്. ഞാൻ പറഞ്ഞത് വൈകുന്നേരം 3 കഴിച്ചതിന് ശേഷമാണെങ്കിൽ ഒന്ന് ചിന്തിക്കണം. ഞാൻ പറഞ്ഞ ഒറ്റ വരി, ചേഞ്ച്, കൺവേർട്ട്, മോഡിഫൈ, അഡീഷൻ, ഡിലീഷൻ, മോഡിഫിക്കേഷൻ ആൻഡ് കറക്ഷനിലൂടെ നെഗറ്റീവുകളെ പോസിറ്റീവുകളാക്കി മാറ്റാം. ഓരോ നെഗറ്റീവും ജീവിതത്തിൽ വളരാനും ഉയരാനും ഉണരാനും തളരാതിരിക്കാനും തകരാതിരിക്കാനുമുള്ള അവസരങ്ങൾ നമുക്ക് തരുന്നു. ഏത് നെഗറ്റീവും വരട്ടെ, നിങ്ങൾ ഈ ഭൂമിയിൽ ശാശ്വതരല്ല. യു ആർ നോട്ട് പെർമനന്റ് ഹിയർ. ലാസ്റ്റ് സെഞ്ചുറി, this day you were not here. Next century, this day also you will not be here. കഴിഞ്ഞ നൂറ്റാണ്ടിൽ ഈ ദിവസം നിങ്ങൾ ഈ ഭൂമിയിൽ ഉണ്ടായിരുന്നില്ല. അടുത്ത നൂറ്റാണ്ടിൽ ഈ ദിവസവും നിങ്ങൾ ഈ ഭൂമിയിൽ ഉണ്ടാവില്ല. എത്ര മഹാരഥനായാലും ഈ ഭൂമിയിൽ നിന്ന് തിരിച്ചു പോയേ മതിയാവും. പോകുന്നതിന് മുമ്പ് യു ആർ ആക്ടിംഗ് എ ഡ്രാമ ഓഫ് ലൈഫ്. യു ആർ ആക്ടിംഗ് എ ഡ്രാമ ഓഫ് ലൈഫ്. ആക്ട് ദ ഡ്രാമ വിത്ത് ധർമ്മ. ആക്ട് ദ ഡ്രാമ വിത്ത് ധർമ്മ.